എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സ്പൈസിയുമായ ചിക്കൻ മസാല ബോണ്ടയാണ്. ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഈവനിങ് സ്നാക്കാണ് ഇത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ മസാല ബോണ്ട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ 150 ഗ്രാം ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിക്കനും ഉരുളക്കിഴങ്ങും വെന്ത് വരുന്നതിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചിക്കനും ഉരുളക്കിഴങ്ങും വെന്ത് വരുന്നതിന് ആവശ്യമായ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. വേവിക്കാനായി മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും ഉരുളക്കിഴങ്ങും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് മാറ്റണം. ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഇതിലെ വെള്ളം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വറ്റിക്കണം. ഇതിലെ വെള്ളം നന്നായി വറ്റിയെങ്കിൽ മാത്രമേ ബോണ്ട ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാതെ കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി, 5 വെളുത്തുള്ളി എന്നിവ ചതച്ചത് ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴന്നു വന്നിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, എരിവിനാവശ്യമായ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില എന്നിവ ഇവയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ചേർത്ത് കൊടുത്തിട്ടുള്ള സവാള വഴന്നു വരുന്നതിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇവയൊന്ന് ഇളക്കി യോജിപ്പിക്കണം. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. വഴന്നു വന്ന സവാളയിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തു വേണം പൊടികൾ വഴറ്റിയെടുക്കാനായിട്ട്. നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുള്ളതാണ് ഇത്. ഈ ചിക്കൻ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇവയെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ചിക്കൻ മസാല ബോണ്ടയുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇവയുടെ ചൂടൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ചിക്കൻ മസാല ബോണ്ടയ്ക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ബാറ്ററിന് കളർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ബാറ്ററിന് ആവശ്യമായ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ബാറ്ററിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കണം. ഒരു തരി കട്ടകളില്ലാതെ വേണം ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. ഈ ഒരു പാകത്തിനാണ് ബാറ്റർ തയ്യാറായി കിട്ടേണ്ടത്. ചിക്കൻ മസാല ബോണ്ടയ്ക്കുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ചൂട് മാറിയതിന് ശേഷം മസാല ഒന്നുകൂടി ഒന്ന് കൈകൊണ്ട് തന്നെ ഈ പാനിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത മസാല ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. തയ്യാറാക്കിയിട്ടുള്ള മസാല നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു മസാല ബോണ്ട ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റുള്ളവയെല്ലാം ഉരുട്ടിയെടുക്കാം. ഇനി ഈ മസാല ബോണ്ട ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഓരോ മസാല ബോണ്ടയും മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ മസാല ബോണ്ട പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരുന്നതാണ്. ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുള്ള ചിക്കൻ മസാല ബോണ്ട തിരിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇരുവശവും ഫ്രൈ ആയി വന്നിട്ടുള്ള ബോണ്ട എണ്ണയിൽ നിന്നും മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ മസാല ബോണ്ടയും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ മസാല ബോണ്ട തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.